അശ്വിനെ നമസ്കാരം. നമസ്കാരം. സ്വിഗ്ഗി ഓടുന്നത് ഇലക്ട്രിക് സൈക്കിളാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് എവിടുന്നാ സൈക്കിൾ മേടിച്ചേ? ഇത് കാരന്തൂര് അമൃത ഏജൻസിന്ന്. എനിക്ക് തോന്നുന്നു 2 ബാറ്ററി ഉണ്ടല്ലോ അല്ലേ? 2 ബാറ്ററി. ഒന്ന് ഞാൻ ഇത് എൻ്റെ പർപ്പസ് വെച്ചാൽ സ്വിഗ്ഗിയിൽ ഓടുന്നാണല്ലോ, അപ്പം എനിക്ക് കൂടുതൽ കിലോമീറ്റർ കിട്ടാണ്ടിട്ട് അഡീഷണൽ ഒരു ബാറ്ററിയും കൂടെ വാങ്ങി. ഒരു അഡീഷണൽ ബാറ്ററിയും അഡീഷണൽ ചാർജർ വാങ്ങി. അത് ശരി. അതായത് വണ്ടി വാങ്ങിക്കുമ്പോൾ വരുന്ന ബാറ്ററി ഇതാണല്ലേ? അത് ഒന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും കൂടി വാങ്ങി, അഡീഷണൽ വാങ്ങി. അശ്വിൻ്റെ വീട് എവിടെയാ? ഞാൻ അവിടെ തന്നെ എൻജോയ്സ്. ഈ സ്വിഗ്ഗിയിൽ ഓടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായോ? ഇത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഓടാൻ തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് പാർട്ട് ടൈം ആയിട്ടായിരുന്നു. ഇപ്പം ഞാൻ ഫുൾ ടൈം ആയിട്ട് ഓടുന്നത്. ഫുൾ ടൈം ആയിട്ട് ഓടുന്നുണ്ട് അല്ലേ? ഇത് എടുത്തിട്ട് കുറേ ആയോ ഈ വണ്ടി? 1 വർഷം കഴിഞ്ഞ്, 13 മാസം. അപ്പോൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇതിപ്പം 18,300 കഴിഞ്ഞ്. ഓക്കെ. ഇതിൽ എന്തൊക്കെയാണ് കാണിക്കുക ഡിസ്പ്ലേയിൽ? വേറെ എന്തൊക്കെയാണ് കാണിക്കുക? ഡിസ്പ്ലേയിൽ പറയുകയാണെങ്കിൽ ഇത് ബാറ്ററി കാട്ടും, പിന്നെ ഇത് പെഡൽ അസിസ്റ്റ്, 5 അസിസ്റ്റ് ഉണ്ട് ഇതിന്, പിന്നെ കിലോമീറ്റർ, പിന്നെ നമ്മൾ എത്ര ടൈം ഓടിച്ചു, ആവറേജ് സ്പീഡ്, മാക്സിമം സ്പീഡ്. ഓക്കെ. ടോട്ടൽ കിലോമീറ്റർ ഇപ്പം 18,000 കിലോമീറ്റർ ഓടിയല്ലേ? 18,300 ഓടി. ഈ 18,300 ഓടുകയെന്ന് പറയുമ്പം ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടും? ഇത് ഞാനിപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എങ്ങനെയല്ലേ ഒരു 150-ന് മുകളിൽ പോകും. പാർട്ട് ടൈം ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-ന് മുകളിൽ പോകും. 60 കിലോമീറ്റർ ഒരു ദിവസം. പാർട്ട് ടൈം ഓടുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് രാവിലെ ഇറങ്ങാൻ മടി, അല്ലെങ്കിൽ വെയിലൊക്കെ ആണെങ്കിൽ ഇറങ്ങൂല. അത് ശരി. അങ്ങനെ ഫുൾ ടൈം എന്ന് പറയുമ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങുമോ? നേരത്തെ അല്ല, ഒരു 10 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 2 മണി 3 മണി വരെ ഓടും. പിന്നെ സൈക്കിള് 2 ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ 6:30ക്ക് പിന്നെ ഇറങ്ങും. അങ്ങനെ. അപ്പോൾ ഒരു ദിവസം 200 കിലോമീറ്റർ ഓടെങ്കിൽ ബാറ്ററിൻ്റെ ഇതിൽ. ഓ, അത് ശരി. ഇത് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? ഇത് 3.5-4 മണിക്കൂർ. 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2 ബാറ്ററിയും കൂടിയാ? അല്ല, എനിക്ക് 2 ചാർജർ ഉണ്ട്. 2 ചാർജർ. അപ്പോൾ ഒരു സമയത്ത് തന്നെ 2 ബാറ്ററിയും ചാർജ് ചെയ്യാം. അപ്പോൾ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ 4 മണിക്കൂർ എടുക്കുന്നുണ്ട് അല്ലേ? ഇത് ഓരോന്നും എത്ര കിലോ വാട്ട് അവർ ബാറ്ററിയാന്ന് അറിയോ? ഇതിന്റെ വോൾട്ടും AH അറിയോ? ഇത് പറയുകയാണെങ്കിൽ 48 വോൾട്ടും 8 AH ആയിരുന്നേ. 48 വോൾട്ട് 8 AH അങ്ങനത്തെ 2 ബാറ്ററി. ഇത് വണ്ടി വാങ്ങുമ്പോൾ കിട്ടുന്നതും ഇത് എഡീഷനിൽ വാങ്ങിയതല്ലേ? അതെ. ഇതിനെന്താ വില വരുന്നത് ബാറ്ററിക്ക്? ഇതിന് 18. കമ്പനിയെ ഡയറക്റ്റ് വിളിക്കുകയാണെങ്കിൽ 18-ന് കിട്ടും. 18,000. ഓ. വണ്ടീന്റെ മൊത്തം വില വരുന്നത് എത്രയാ? 36,000 അല്ലേ? ബാറ്ററിക്ക് മാത്രം 18,000. അപ്പൊ ടോട്ടൽ അശ്വിനായത് 36,000-ഉം 18,000-ഉം അല്ലേ? 54,000 രൂപയായി ഇതിന് എക്സ്പെൻസ്. പിന്നെ ഡെഫിനറ്റ്ലി ഇതിന്റെ ഹബ് മോട്ടർ 250 വാട്ട്സ് ആയിരിക്കും. 250 അല്ലേ? അതെ. ഇതിന്റെ മാക്സിമം സ്പീഡ് എത്ര കിട്ടുന്നത്? 25. മോട്ടർ മാത്രം പോവാണെങ്കിൽ 25. ബാക്കി നമ്മൾ ചവിട്ടുന്ന പോലെ ആയിരിക്കും. നോർമൽ ആക്സിലേറ്ററിനല്ലേ ഇതേപോലെ തന്നെ ഇവിടെ? ആക്സിലേറ്റർ. ഓ, ഇതാണ് ആക്സിലേറ്റർ. ഇതിങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ പെഡൽ അസിസ്റ്റ് കൊടുക്കാണ്ട് ഇത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ 25 km/h സ്പീഡിൽ പോകാൻ പറ്റും. അതേപോലെ പെഡൽ അസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ പവർ പോലെ ഇരിക്കും. ഒരു 40-50 ഒക്കെ പോവോ? അത്ര പോകുന്നില്ല. ഒരു മാക്സിമം ഒരു 30. പിന്നെ ഒരു ഇറക്കം പോലെയൊക്കെ ഇരിക്കും. ഇതിൽ 55 വരെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഇറക്കം ഉള്ളതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പോയത്. സ്ട്രെയിറ്റ് റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ചവിട്ടും കൂടെ ചെയ്യുമ്പോൾ ഒരു 30 ഒക്കെ മാക്സിമം. 30. ഓക്കെ. അതേപോലെ ഇതിൽ റേഞ്ച് എത്ര കിട്ടുന്നുണ്ട് ഒറ്റ ചാർജിൽ? ഇത് കമ്പനി 60 പറയുന്നത്. പക്ഷെ എൻ്റെ ബോഡി വെയിറ്റ് വെച്ചിട്ടെങ്കിൽ 50 കിട്ടുന്നു. 50. അപ്പം അതായത് 2 ബാറ്ററിന്നും കൂടി 100 കിലോമീറ്റർ കിട്ടും. ഈ 100 കിലോമീറ്റർ കിട്ടുന്നത് പെഡൽ അസിസ്റ്റ് അടക്കമാണോ അല്ലെങ്കിൽ? പെഡൽ അസിസ്റ്റ് അടക്കം 100 കിലോമീറ്റർ കിട്ടുന്നുണ്ട് അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 45-40 ആ റേഞ്ച്. ഇത് ഏത് കമ്പനീൻ്റെ വണ്ടിയാ? ഇത് വാൻ. VAAN അല്ലേ? ഇതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ എവിടെയാ വരുന്നതെന്ന് അറിയോ? പ്രൊഡക്ഷൻ വരുന്നത് ഇവിടെ എറണാകുളത്ത്, വരാപ്പുഴയിൽ. കേരളത്തിന്റെ ബ്രാൻഡ് തന്നെ. ഓ, കേരളത്തിന്റെ ബ്രാൻഡ് തന്നെയാണല്ലേ ഇത്? ഓക്കെ. വാൻ. ഇതിൽ ഗോപ്രോന്റെ സ്റ്റിക്കറും ഗോപ്രോ എല്ലാം ഉണ്ടല്ലോ. അത് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഓ. ഏതാ ചാനലിന്റെ പേരെന്താ? അശ്വിൻ SCLT. അശ്വിൻ SCLT. ഓക്കെ. എന്താ കണ്ടന്റ്? എന്താ ഇതന്നെ ഡെലിവറി ചെയ്യുന്ന, സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യുന്ന സൈക്കിളിൽ ഡെയിലി വ്ളോഗ് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അതായത് നമ്മൾ സ്വിഗ്ഗിയിൽ സൈക്കിളിൽ ഓടുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഓടുന്ന പോലെ അത്ര പോലെ എക്സ്പെൻസ് വരുന്നില്ല. കാരണം ഇലക്ട്രിക് സ്കൂട്ടറിന് അത്യാവശ്യം നല്ല വില ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ മാസത്തിലെ EMI ഒക്കെ കൂടുതലായിരിക്കും. അതപ്പം ഒന്നാമത് ജീവിതമാർഗ്ഗമാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മാസം എത്ര രൂപയുടെ വർക്ക് എടുക്കാറുണ്ട്? ഞാൻ എല്ലാ ദിവസവും ഇറങ്ങാല്ല, ഇറങ്ങുന്ന ദിവസമൊക്കെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു 800-നും 1000-നും എനിക്ക് കിട്ടും ഒരു ദിവസം. ഓക്കെ. അത് ഞാനൊരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാറ് ആ സമയം കൊണ്ട്. അടിപൊളി. ഇതിന്റെ കറണ്ട് ചാർജ് ഒക്കെ ഏകദേശം എത്ര വരുന്നുണ്ട് അറിയോ? 3 രൂപ ഒരു ഫുൾ ചാർജ്. ഒരു ബാറ്ററി ഫുൾ ചാർജ് ആവാൻ 3 രൂപയിൽ കാട്ട്.
ഇപ്പോൾ നമ്മൾ വോൾട്ടും എച്ചും വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 1/2 kWh അടുത്താണ് ഒരു ബാറ്ററി ഉള്ളത്. അപ്പോൾ നമ്മളൊരു യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഏകദേശം കറക്റ്റ് ആയിരിക്കും അല്ലേ? 3 രൂപ ഒരു ഫുൾ ചാർജിന്. അപ്പോൾ 2 ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 6 രൂപ അല്ലേ? അപ്പം 6 രൂപയ്ക്ക് അശ്വിൻ ഈ സൈക്കിളിൽ ഏകദേശം ഒരു അസിസ്റ്റ് അടക്കം 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും 6 രൂപയ്ക്ക് അല്ലേ? അശ്വിൻ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, നോക്കിയിട്ടില്ല. ഇല്ല. സൈക്കിൾ എടുക്കാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെന്നൈ BMW വർക്ക് ചെയ്തായിരുന്നു, അവിടെ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് പ്രഷർ കാരണം അവിടെ റിസൈൻ ഇട്ട് ഞാൻ ആദ്യം വിചാരിച്ച യൂട്യൂബ് ചാനൽ തന്നെ ഫോക്കസ് ചെയ്യണം എന്നാ. അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ മാസത്തിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യുള്ളൂ. അങ്ങനെ യൂട്യൂബ് ചാനൽ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം, എല്ലാവരും ചെയ്യുന്നത് തന്നെ ചെയ്യരുതെന്ന് വെച്ചിട്ട് അങ്ങനെ ഇതെടുത്തതാ. അപ്പോൾ എല്ലാവരും ഒന്ന് അശ്വിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതാണ് അശ്വിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എന്തൊക്കെ കണ്ടൻസാണ് ഉള്ളത്? ഞാൻ ഡെയിലി വ്ളോഗ് തന്നെ. ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ പോകുന്ന ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഓരോ കാര്യങ്ങൾ, ഡെലിവറി ബോയ്സിന്റെ അവസ്ഥ, എങ്ങനെയൊക്കെയാണ് ഒരു ദിവസം കിട്ടുക, എത്ര രൂപക്ക് കിട്ടും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ? അതേപോലെ ഇതിന് മുന്നിലും പിന്നിലും ഒക്കെ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത് അല്ലേ? അതെ അതെ, ഡ്യുവൽ ഡിസ്ക് വരുന്നുണ്ട് ഇതിന്. ഡ്യുവൽ ഡിസ്ക്. അതേപോലെ തന്നെ ഇതിന് ഇതുണ്ടോ, ഗിയർ ഉണ്ടോ? 7 സ്പീഡ് ഗിയർ വരുന്നുണ്ട്. 7 സ്പീഡ് ഗിയർ ഉണ്ട് അല്ലേ? ഓ, അതെവിടെയാ അതിന്റെ ഓപ്ഷൻസ്? സാധാ ഗിയർ സൈക്കിൾ പോലെ തന്നെ. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? കാരണം നമുക്ക് ടൈമിന് എത്താൻ പറ്റാത്ത, കാരണം ഇപ്പോൾ സ്കൂട്ടറിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഫുഡൊക്കെ ഡെലിവറി ചെയ്യുമ്പം അല്ലേ, ഞാൻ അങ്ങനെ പല സ്ഥലത്തൊന്നും കേട്ടിട്ടുണ്ട്, വളരെ മോശമായിട്ട് ഈ കസ്റ്റമേഴ്സ് ഫുഡ് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയാലും ചീത്ത പറയുന്ന വളരെ മോശം കസ്റ്റമേഴ്സ് ഉണ്ട്. അതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സൈക്കിളിലാകുമ്പോൾ കുറച്ച് നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മാക്സിമം സ്പീഡിൽ എത്തിക്കാൻ നോക്കൂല, ചവിട്ടിയിട്ട് അസിസ്റ്റ് കൊടുത്തിട്ട് ഫാസ്റ്റ് സൈക്കിൾ കാണുമ്പോൾ തന്നെ ഓക്കെ ആരാൻ ചോദിക്കുക ഇതെന്താ ഇലക്ട്രിക് സൈക്കിൾ ആണോ ചോദിക്കാം, പിന്നെ ആര് വർത്താനത്തിലേ പോകും. അല്ലാണ്ട് ഇതുവരെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. ഒരു ദിവസം മാക്സിമം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഞാൻ മാക്സിമം പറയുകയാണെങ്കിൽ 190 ഓടിയുണ്ട്. 190? അപ്പം 2 പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെ. ഇനിയിപ്പോൾ ബാറ്ററി ഇല്ലെങ്കിലും നമുക്ക് ചവിട്ടിയിട്ട് കൊണ്ടുപോയിക്കൂടെ? ഓ, അത് വീട്ടിലെത്തും. കുറച്ച് കഷ്ടം, എവിടെയും കുടുങ്ങി പോകില്ല. ഇല്ല, വീട്ടിലെത്തും. അത് ചാർജ് ചെയ്താലും പ്രശ്നമില്ല. ഈ വണ്ടിക്ക് എന്താ വില വരുന്നേ? ഇതിന് 36 വരും. 36,000 അല്ലേ? വാറണ്ടി വല്ലതും ഉണ്ടോ? വാറണ്ടി 2 കൊല്ലത്തേക്കുണ്ട്. എന്ത് പ്രശ്നം എത്ര പ്രാവശ്യം വന്നാലും മാറ്റി തരും. എത്ര കിലോമീറ്ററിന് വല്ല കണക്കുണ്ടോ? ഇല്ല, 2 വർഷം. 2 വർഷം. ഇതിൽ എന്തെങ്കിലും സാധനങ്ങൾ മാറ്റിയിരുന്നോ അശ്വിനെ? മാറ്റിയിട്ടുണ്ട്. ടയർ മാറ്റിയിട്ടുണ്ട്. ടയർ ഞാൻ ഫസ്റ്റത്തെ മാറ്റിയ 10,000 മാറ്റിയത്. ഇതിപ്പം 8000 കിലോമീറ്റർ ആയി ഒരു ടയർ. ബാക്കിലും പുതിയതാണല്ലോ? ബാക്കിലും ഏകദേശം കഴിഞ്ഞിട്ട് അത് ഏകദേശം 4-5 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് ബാക്കിലത്തെ ടയർ. ശരി. എത്ര കിട്ടുന്നുണ്ട്? ഇത് ഒരു കമ്പനിന്റെ സ്റ്റോക്ക് ടയർ തന്നെയാണെങ്കിൽ ഏകദേശം 5000 കിട്ടും. പക്ഷേ ഈ ടയർ എനിക്ക് ആകെ ഒരു 3000 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നുള്ളൂ അല്ലേ? വേറെ എന്തെങ്കിലും മാറ്റിയുണ്ടോ? വേറെ പറയുകയാണെങ്കിൽ സീറ്റ് മാറ്റി, പിന്നെ ഈ ഒരു സ്റ്റെമ്മ് മാറ്റി, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു, ബ്രേക്ക് സെറ്റ് 2 മാറ്റി ഞാൻ, ഫ്രണ്ടും ബാക്കും. ഇതിന്റെ സർവീസ് എല്ലാം എങ്ങനെയുണ്ട്? സർവീസും പറയുകയാണെങ്കിൽ സർവീസ് 200 മാർക്ക് കൊടുക്കുന്നതിന്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് കമ്പനീനെ കോൺടാക്ട് ചെയ്താൽ തന്നെ കൂടിപ്പോൾ 1 മണിക്കൂർ തന്നെ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് ഒന്നെങ്കിൽ ഒരു അമൃത ഏജൻസിയിൽ കൊടുക്കാൻ വേണ്ടി പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് ബാറ്ററി എന്ത് ഇഷ്യൂ ആണ് ഡയറക്റ്റ് കമ്പനിക്ക് അയച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ തിരിച്ചും കൂടെ ചെയ്യും. ബാറ്ററി ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് ഞാൻ. മോട്ടറും മാറ്റിയിട്ടുണ്ട്. ബാറ്ററിയും മോട്ടറും ഓരോ പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. മോട്ടർ ഞാനൊരു 4500 കിലോമീറ്റർ ആയപ്പോൾ മോട്ടറിന്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വന്നിട്ട് കമ്പനീനെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഒരെണ്ണം അയച്ചാൽ മതി, റെഡി ആയി തരാൻ പറഞ്ഞിട്ട് ഒരു പുതിയ മോട്ടർ അയച്ചെന്ന്. അതിനെന്തെങ്കിലും ചെലവ് വന്നിരുന്നോ? ഇല്ല. അതേപോലെ ബാറ്ററി മാറ്റിയപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് വന്നിരുന്നോ? അത് കൊറിയർ ചാർജ് വന്നിട്ടുണ്ട്. കൊറിയർ ചാർജ് മാത്രം, ബാക്കി മൊത്തം അവർ തന്നൂല്ലേ? ബാക്കിയൊക്കെ ഫുള്ള് ഒരു വന്നത്. ഇത് പുതിയ ബാറ്ററി വന്നത്. ഇതിന്റെ സസ്പെൻഷൻ ഒക്കെ എങ്ങനെയാ? ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടോ? ബാക്കിലില്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ അത്ര സോഫ്റ്റ് അല്ല, എന്നാലും നല്ലൊരു അടി വന്നാലും വർക്ക് ചെയ്യുന്നല്ലാണ്ട് മറ്റേ സ്മൂത്ത്നെസ് ഇല്ല. അതേപോലെ ബ്രേക്ക് പാഡ് ഒക്കെ കുറെ കിട്ടുന്നുണ്ടോ ബ്രോ? കുറെ അല്ല, ഒരു 3000 കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കമ്പനി തരുന്ന ബ്രേക്ക് പാഡ് ഭയങ്കര മോശം. ഈ 3000 എന്ന് പറയുന്നത് മുമ്പിലെത്തിയാണോ ബാക്കിലെത്തിയാണോ? രണ്ടും. ഫ്രണ്ട് നമുക്ക് പിന്നെയും കിട്ടും. ഫ്രണ്ട് നമുക്ക് പിന്നെ ഒരു 3500 4 അടുത്ത് കിട്ടും. ബാക്ക് പെട്ടെന്ന് തീരുന്നത്. ഓക്കെ. അപ്പം എന്തായാലും അശ്വിൻ ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാ അല്ലേ? അതെ. ഓക്കെ. എന്തായാലും വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം.